പത്തനംതിട്ടയിൽ പോലീസ് വാഹനത്തിൽ മദ്യലഹരിയിൽ ഡാൻസ് ഓഫ് സംഘം. തലനാരിഴയ്ക്കാണ് നിയന്ത്രണം വിട്ട ജീപ്പ് ഓട്ടോറിക്ഷയിൽ ഇടിക്കാതിരുന്നത്. നാട്ടുകാർ ഡാൻസ് ഓഫ് സംഘത്തെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ നോക്കണ്ടേ? നമുക്ക് ഒരു കാശ് കിട്ടിയില്ലെങ്കിലും ഒരു ഓവർടേക്ക് ചെയ്തെങ്കിലും നമുക്ക് 500 രൂപ പറ്റിയാ അവരത് വാങ്ങിച്ചോണ്ടേ പോകത്തുള്ളൂ. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മളെന്തോ ചെയ്യേണ്ടേ? നമ്മളെ സംരക്ഷിക്കേണ്ടവരല്ലേ ഇവര്? അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. വിശദാംശം കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. വിശദാംശങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീരാജ്, ഈ ഓപ്പറേഷൻ തൂഫാനൊക്കെ ഇങ്ങനെ ആഞ്ഞടിക്കുന്ന സമയത്താണ് ഈ നിയമപാലകർ തന്നെ ഇത്തരത്തിൽ പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? സോന, അങ്ങനെ തന്നെയാണ്. വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയില്ലേ, അതുപോലെ ഒരു സംഭവമാണ് എന്തായാലും പത്തനംതിട്ടയിൽ ഉണ്ടായത്. ഡാൻസ് ഓഫ് സംഘമാണ്, പത്തനംതിട്ട DYSPയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘമാണ് ഇത്തരത്തിൽ മദ്യപിച്ച് പോലീസ് വാഹനത്തിൽ നിന്നും നാട്ടുകാർ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പോലീസ് ഉദ്യോഗസ്ഥർ ഓടിച്ച ജീപ്പ് നിയന്ത്രണം വിട്ടൊരു ഓട്ടോറിക്ഷയിലേക്ക് ഇടിക്കാൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തലനാരിഴയ്ക്കാണ് വാഹനാപകടം ഉണ്ടാകാതെ രക്ഷപ്പെട്ടത്. ആ ഒരു ഘട്ടത്തിലാണ് നാട്ടുകാർ ഓടിക്കൂടുകയും ഇവരെ തടഞ്ഞു വെക്കുകയും ചെയ്തത്. അങ്ങനെയാണ് പിന്നീട് ഇവർ മദ്യപിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം നാട്ടുകാർക്ക് തോന്നിയത്. ഉടൻ തന്നെ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയും പത്തനംതിട്ടയിൽ നിന്നും പോലീസ് എത്തുകയും ചെയ്തു. അവർ തന്നെയാണ് പിന്നീട് ഇവരെ കൂട്ടിക്കൊണ്ടുപോയത്. ഈ ആളുകൾ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തമാണ്. എന്തായാലും ഈ വാഹനം ഓടിച്ചിരുന്ന ആളെ പോലീസ് പിന്നീടെത്തി കസ്റ്റഡിയിലെടുക്കുകയും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. എന്തായാലും ജില്ലാ പോലീസ് മേധാവി ഇതിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഡാൻസ് ഓഫ് സംഘമാണ് DYSPയുടെ കീഴിലുള്ള. അവർക്കെതിരെ എന്തായാലും നടപടി ഉണ്ടാകും. ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. അതിന്റെ കൂടുതൽ അന്വേഷണം നടത്തി കർശന നടപടി ഉണ്ടാകുമെന്നാണ് എന്തായാലും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് സന്ധ്യയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പത്തനംതിട്ട ടൗണിന് സമീപത്ത് വെച്ച് തന്നെയാണ് ഇവർ ഓടിച്ചിരുന്ന വാഹനം ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട് അപകടമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും നാട്ടുകാർ ഓടിക്കൂടുകയും ഈ മദ്യപിച്ചെത്തിയ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ, അതും ഡാൻസ് ഓഫ് സംഘമാണ്, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുകയും പിന്നീട് പോലീസിന് കൈമാറുകയും ചെയ്തു. സോന, ശരി, വകുപ്പിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം. പോലീസ് വാഹനത്തിൽ മദ്യലഹരിയിൽ ഡാൻസ് ഓഫ് സംഘത്തെ നാട്ടുകാർ പിടികൂടിയിരിക്കുകയാണ്. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.